പല പോലീസ് ഉദ്യോഗസ്ഥരും പ്രത്യേകിച്ച് IPS ഉള്ളവർ റിട്ടയർ ചെയ്യുമ്പോൾ അവർ ഓരോ ലാവണങ്ങൾ തേടി പോകുന്നത് കണ്ടിട്ടുണ്ട്. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് പെട്ടെന്ന് ചേക്കേറാനുള്ള ഒരു ത്വര അവർക്കുണ്ട്. അങ്ങനെ ഒരു 2-3 പേരെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ അത് BJPയിലേക്കാണ് ഈ ഒഴുക്കുണ്ടായിട്ടുള്ളതൊക്കെ. ഹൈക്കോടതി ജഡ്ജി വരെ രാജിയും വെച്ചിട്ട് BJP ചേർന്ന് അവസാനം MP ആവുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ശ്രീ സെൻകുമാർ ഇതേപോലെ തന്നെ DGP ആയിട്ട് ഇരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം BJPയിലേക്ക് പോയി. ഇപ്പം അദ്ദേഹം BJPയിൽ എന്താണെന്നുള്ളതൊന്നും എനിക്കറിഞ്ഞൂടാ. അത് ഈ പെട്ടെന്ന് അസ്തമിച്ച് പോവുകയും ചെയ്യും ഇങ്ങനെ വരുന്നവർ. അതുപോലെ ജേക്കബ് തോമസ് ഒരു കാര്യവുമില്ല, കയറി BJP കയറി ചേർന്നു ഉണ്ടായി. പിന്നെ ഉള്ളത് അവസാനമായിട്ട് ആ ശ്രേണിയിൽ നമ്മൾ കണ്ടത് ശ്രീ R ശ്രീലേഖ IPS ആണ്. അവർ കേരളത്തിലെ ആദ്യത്തെ IPS നേടിയ സ്ത്രീയാകട്ടോ, വനിത. ആദ്യത്തെ വനിതാ IPS കാരിയാണ് കേരളത്തിൽ. നല്ലൊരു പേരുണ്ടായിരുന്നു. നല്ല രീതിയിൽ ആണ് ഈ ജയിലിൽ അവർ ഭരിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. ജയിൽ DIG ഒക്കെ DGP ആയിരുന്നു, ജയിലിൻ്റെ ചുമതലയുള്ള DGP ആയിരുന്നു. അപ്പോൾ നല്ല പ്രവർത്തനമൊക്കെ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് റിട്ടയർ ചെയ്ത് ഉടനടി പെട്ടെന്ന് നേരെ BJP ആയി. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പുലിവാല് പിടിച്ചേക്കാണ് ഇപ്പോൾ ശ്രീമതി ശ്രീലേഖ. അതായത് ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ നിന്ന് തിരുവനന്തപുരത്ത് മത്സരിച്ച കോർപ്പറേഷനിൽ മത്സരിച്ച് ജയിച്ചു. അപ്പോൾ അവിടെ മത്സരിപ്പിക്കാൻ ഉള്ള ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് അവർ ഒരു കൗൺസിലറായിട്ട് ഇരുത്താൻ വേണ്ടിയല്ലല്ലോ, അവർ IPS കാരിയല്ലേ മത്സരിപ്പിച്ചത്. അവർ വാഗ്ദാനം എന്ന് പറയുന്നത് മേയറാക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ മത്സരിച്ചതും. അല്ലെങ്കിൽ ഒരു വാർഡ് കൗൺസിലറായിട്ടിരിക്കാൻ വേണ്ടി ശ്രീമതി ശ്രീലേഖ IPS മത്സരിച്ചു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ പാർട്ടി അവരെ മത്സരിപ്പിച്ചതും ഒരു കൗൺസിലറായിട്ട് അതിൽ കൊണ്ടിരുത്താൻ വേണ്ടി മാത്രമാണോ എന്ന് നമുക്കൊന്ന് നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ശ്രീലേഖയ്ക്ക് പറ്റിയ തകരാറെന്ന് പറയുന്നത്, അപകടമെന്ന് പറയുന്നത്, ശ്രീ VV രാജേഷ്, അദ്ദേഹം ഈ BJPയുടെ വലിയൊരു പ്രവർത്തകനാണ്. കുറേ വർഷങ്ങൾ കൊണ്ട് അതിനുവേണ്ടി പ്രയത്നം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ പിന്തള്ളാനും ഒക്കുന്നില്ല. അപ്പോൾ പാർട്ടി ഇതിനെക്കുറിച്ച് വളരെ ഒരു ബുദ്ധിമുട്ടിലായി. കാര്യം ശ്രീലേഖയെ മേയറാക്കണോ അതോ VV രാജേഷിനെ മേയറാക്കണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കിടന്നു. അപ്പോൾ BJP അത് 2 തട്ടിലായിട്ട് മാറി. RSS നേതൃത്വവും അതുപോലെ BJPയിൽ നിന്ന് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ആളുകളും ഒക്കെ കൂടെ നിർബന്ധമായിട്ട് രാജീവ് ചന്ദ്രശേഖറിനെ വിളിച്ച് പറഞ്ഞു VV രാജേഷിനെ ആക്കണം. പാർട്ടിയുടെ തലത്തിലുള്ള ഒരു പ്രായോഗിക പരിചയവും പരിജ്ഞാനം അതൊക്കെ ഉള്ളത് VV രാജേഷിനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളാണ് മേയറാവേണ്ടത്, അല്ലാതെ പുതിയതായിട്ട് വന്ന ആളല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടെടുത്തു. അങ്ങനെയാണ് ശ്രീലേഖ പുലിവാല് പിടിച്ചെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാര്യം ഇപ്പോൾ ഇത് കയറി അങ്ങ് ഏറ്റുപോയി, കൗൺസിലറായി. ഇനി കൗൺസിലർ അല്ല എന്ന് പറയാൻ നോക്കുമോ? ജനങ്ങൾ തിരഞ്ഞെടുത്ത് പോയി, മത്സരിച്ചതാണ്, വോട്ട് വാങ്ങിച്ച് ജയിച്ചു. മേയറായിട്ടുള്ളതല്ലാതെ അങ്ങനെ ഒരു അധികാര കസേരയിലല്ലാതെ ശ്രീമതി R ശ്രീലേഖയ്ക്ക് അവിടെ ഇരിക്കാനും തുടരാനും ബുദ്ധിമുട്ടാണ്. ഒരു വെറും കൗൺസിലറായിട്ട് ഇരുത്താൻ വേണ്ടി അല്ലല്ലോ അവരെ മത്സരിപ്പിച്ചത്. അവരെ കൊടുത്ത വാഗ്ദാനങ്ങൾ ഒക്കെ വളരെ ഇപ്പോൾ വൃഥാവിലായി. അതിനകത്ത് ശ്രീലേഖയ്ക്ക് വളരെ അതൃപ്തി ഉള്ളതായിട്ട് മനസ്സിലായി. അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. കുറ്റമല്ല, കാരണം അവരെ ഏതാണ്ട് അവരെ കബളിപ്പിച്ചു, ഒരു ചതിയായിപ്പോയി എന്നുള്ള രീതിയിലാണ്, വഞ്ചിക്കപ്പെട്ടു എന്നാണ് ശ്രീമതി ശ്രീലേഖ കരുതുന്നത്. അത് അങ്ങനെ കരുതുന്നത് തെറ്റില്ല. കാരണം ആ വാഗ്ദാനത്തിൻ്റെ പുറത്തായിരിക്കുമല്ലോ അവർ മത്സരിച്ച് കയറി വന്നത്. അവർ ജയിച്ചു. ഏതായാലും അങ്ങനെ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ പതുക്കെ രാജേഷിനെ ആക്കി ഇവരെ പിന്തള്ളി. അതൊരു ബുദ്ധിമുട്ടായിട്ട് ശ്രീലേഖ ഇപ്പോൾ കരുതുന്നുണ്ട്. അതവർ പരസ്യമായിട്ട് പ്രകടമാക്കിയത് സത്യപ്രതിജ്ഞാ വേദിയിൽ തന്നെയാണ്. അതായത് VV രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു, അതുപോലെ തന്നെ
ഡെപ്യൂട്ടി മേയർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആ ചടങ്ങിന് അവർ വന്നിട്ട് പിൻനിരയിൽ അവർക്ക് മുമ്പിൽ നിന്ന് സീറ്റില്ലാത്തതുകൊണ്ട് ഇരിക്കാൻ പോയി. അപ്പോൾ പ്രവർത്തകരൊക്കെ തന്നെ പെട്ടെന്ന് വന്ന് അവർ കൊണ്ടുവന്ന് അടുത്ത ഡെപ്യൂട്ടി മേയർ അടുത്തുള്ള കസേരയിൽ അവർ ഒരു കസേരയിട്ട് അവിടെ ഇരുത്തി ഒക്കെ ചെയ്തു. അവർ ആ ചടങ്ങ് തീർന്ന ഉടനെ അന്നേരം അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ആരോടും വേറെ സംസാരിക്കാനൊന്നും ഇരുന്നില്ല. അങ്ങനെ ആ രീതിയാണ്. അതൃപ്തി അവർ പരസ്യമായിട്ട് തന്നെ പ്രകടമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ BJP നേതൃത്വം ഒക്കെ ഇപ്പോൾ ആകെപ്പാടെ ഇവരെ എങ്ങനെ അനുനയിപ്പിക്കും എന്നുള്ള രീതിയിൽ നടക്കുകയാണ്. അപ്പോൾ കാരണം BJP നേതൃത്വം തന്നെ വെട്ടിലായേക്കാണ് ഈ കാര്യത്തിൽ. കാര്യം ഇങ്ങനെയുള്ള ഒരാളിനെ മത്സരിപ്പിച്ച് ഒരു കൗൺസിലറായിട്ട് ഇരുത്താൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അവരെ മത്സരിപ്പിക്കേണ്ട. അപ്പോൾ ഒരു MLA ആയിട്ട് ഇരുത്താനാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഒരു കൗൺസിലറായിട്ട് ഒരു കോർപ്പറേഷൻ കൗൺസിലറായിട്ട് മാത്രം ഇരുത്താനാണെങ്കിൽ ഇവരെ ഇതേപോലെ കൊട്ടിഘോഷിച്ച് മത്സരിപ്പിച്ച് IPSകാരി കൊണ്ടുവന്ന് ഈ പണി ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ അവർ തന്നെ ഇപ്പോൾ ഇവരെ അനുനയിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളിലാണ്. വട്ടിയൂർക്കാവൊക്കെ അവർക്ക് ഓഫർ ചെയ്ത്, വട്ടിയൂർക്കാവ് മണ്ഡലം ഓഫർ ചെയ്ത് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനൊക്കെ ഉള്ള ഒരുക്കമുള്ളതായിട്ട് അവർക്ക് ആ വാഗ്ദാനമൊക്കെ കൊടുക്കുന്നതായിട്ട് പറയപ്പെടുന്നു. ഇനി അതൊക്കെ എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും ശ്രീലേഖ ഇപ്പോൾ പുലിവാരി പിടിച്ചേക്കുക. കാരണം കോർപ്പറേഷൻ പോയിരുന്നേ പറ്റുള്ളൂ. കൗൺസിലറായി പോയി. ഒരു കൗൺസിലറായിട്ട് മാത്രം അവിടെ ഇരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മറ്റ് നേതൃത്വം ആയിട്ട് ഇടഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അതങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെയൊക്കെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇനി ഈ രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? രാജേഷ് എന്തായാലും ഒരു കാര്യം ചെയ്തു. രാജേഷും ഡെപ്യൂട്ടി മേയറും കൂടെ ചാർജ് എടുത്തു കഴിഞ്ഞ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യം തുടക്കം അവിടെ നിന്ന് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നേരെ ഈ മഞ്ഞൊന്നുരുക്കാം എന്ന് വിചാരിച്ചായിരിക്കും നേരെ ശ്രീലേഖയുടെ വീട്ടിൽ ചെന്നു. പക്ഷേ അവിടെയും ശ്രീലേഖ വേറെ ഒന്നുമില്ല, അവർക്ക് അടുത്ത് സംസാരിച്ച് വിട്ടെന്നുള്ളതല്ലാതെ അതൃപ്തി അവരവിടെയും പ്രകടമാക്കി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏതായാലും അവർ പുലിവാല് പിടിച്ചു എന്ന് ഞാൻ പറയാൻ കാരണം ഇനി ഒരു കൗൺസിലറായിട്ട് മാത്രം അതിൽ പോയി ഇരിക്കേണ്ടതായിട്ട് വരും. അല്ലാതെ ഒരു ഔദ്യോഗിക സ്ഥാനമൊന്നും അതിനകത്തില്ല. ആ ഒരു ബുദ്ധിമുട്ട് ശ്രീലേഖയ്ക്കുണ്ട്, അത് പാർട്ടിക്കുമുണ്ട് ഈ ബുദ്ധിമുട്ട്. അതിന് ഇനി എന്തെങ്കിലും ഒരു മാർഗം, വേറെ ഏതെങ്കിലും സ്ഥാനം കൊടുക്കാം എന്നൊക്കെയുള്ള കാഴ്ചപ്പാട്. ഇനി എന്തോ സ്ഥാനമാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരുണ്ടല്ലോ BJPയുടെ. അപ്പോൾ ഇനി വേറെ എന്തോ സ്ഥാനമാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് യഥാർത്ഥത്തിൽ ശ്രീലേഖയ്ക്ക് ഇത് കൊടുക്കണം, മേയർഷിപ്പ് കൊടുക്കണം എന്നുള്ളതായിരുന്നു കരുതിയിരുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അവസാന നിമിഷം അത് ഇടപെട്ടാണ്, അമിത്ഷായും ഒക്കെ ഇടപെട്ടാണ് ഇത് മാറ്റിമറിച്ചത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ശരി, അസംതൃപ്തിയായ ശ്രീലേഖ ഒരു കൗൺസിലർ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ പുലിവാലി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്.